ഞാൻ എൻ്റെ വീടിൻ്റെ അവസ്ഥ നിങ്ങൾക്കിപ്പം കാണിച്ചു തരാം. സംഭവം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ മുഴുവൻ ചെതല്, എൻ്റെ തുണിയാട്ടെ, നമ്മുടെ എന്തെങ്കിലും ഫോട്ടോ ഫ്രെയിം, അതായത് തടിയുള്ള എന്തും ഈ സാമാനം കടിച്ച് നശിപ്പിച്ച് പണ്ടാരം അടങ്ങും. ഇത് കുറേ തിരക്കിയപ്പോൾ എനിക്കൊരു ബെസ്റ്റ് ആളെ തന്നെ കിട്ടി. അതായത് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കുറേ ചർച്ച ചെയ്തു, ഇത് ആരുണ്ട്, പിന്നെ വേറെ കുറേ ടീംസിനെ ഞാൻ വിളിച്ചു. അപ്പോൾ എനിക്കൊരു ബെസ്റ്റ് പ്രൈസും അതുപോലെ ബെസ്റ്റ് ക്വാളിറ്റിയും തരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ തിരക്കിയിട്ട് ഞാനൊരു ടീമിനെ കണ്ടുപിടിച്ചു. അങ്ങനെ ഫൈനലി ഞാൻ കുറേ ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്ത ടീമാണ്. ചേട്ടാ ഹായ്. ചേട്ടാ കണ്ടല്ലോ റൂമിൻ്റെ ഒക്കെ അവസ്ഥ. നമുക്കിത് എത്ര പെട്ടെന്ന് പോവോ ഈ സാധനം? നമുക്കിത് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറാം. ടെർമേറ്റ് മാറി കിട്ടും. എത്ര ഇതിന്റെ പ്രവർത്തനമൊക്കെ എങ്ങനെയാ? ഇത് നമുക്ക് വൺ ടൈം ചെയ്താൽ മതി, ഒരു തവണ ചെയ്താൽ മതി. നമുക്കൊരു 5 to 10 years വരെ അതിന് വാറണ്ടി ഉണ്ടാവും. ഇതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയാ വരുന്നത്? പുറം നമ്മൾ ഇതുപോലെ ഒരടി അകലത്തില് ഒരു 45 ഡിഗ്രി ആംഗിൾ ചരിച്ച് ഹോൾ അടിച്ചിട്ട് കെമിക്കൽ ഇഞ്ചക്ട് ചെയ്യാണ്. അകത്ത് 4 റൗണ്ട്, വെളി 3 റൗണ്ട്, ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കെമിക്കൽ മുക്കിയ ചോക്കുണ്ട്, അത് ഹോളിലേക്ക് കയറ്റി വെച്ചിട്ട് പൊട്ടിക്ക് അടച്ചടച്ച് ക്ലോസ് ചെയ്യും. അങ്ങനെ ഇത് ചെയ്യും. അപ്പൊ നമുക്ക് ഇനി ഒരു കുഴപ്പമില്ലാണ്ട് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് നമുക്ക് വീട് അടച്ചിട്ടിട്ട് നമുക്ക് പോവാം. നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ നല്ല ഡിസ്കൗണ്ട് കൊടുക്കണം. പിന്നെന്താ, ഉറപ്പായിട്ടും ന്യായമായ റേറ്റിന് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു പ്രശ്നമല്ല, അത് എനിക്ക് ചെയ്ത് തന്ന റേറ്റിൽ നിങ്ങൾ അവർക്കും ചെയ്ത് കൊടുക്കാം. ന്യായമായ റേറ്റിൽ ചെയ്ത് കൊടുക്കാം. ഉറപ്പായിട്ടും ചെയ്ത്. പിന്നെ കേരളത്തിൽ എവിടെയാണ് നിങ്ങളുടെ സർവീസ് ഉണ്ടോ? എല്ലാ ഓൾ കേരള നമ്മൾ ചെയ്യും. മെയിനായിട്ട് കോട്ടയം, പത്തനംതിട്ട, തിരുവല്ല, എവിടെയാണ് നമ്മൾ പെട്ടെന്ന്. ഇതിന്റെ ഒന്ന് റിസൾട്ട് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ അടുത്ത വർക്ക് ഉടനെ ഞാൻ തരും. നമ്മുടെ വേറൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുക വീടിന്റെ. അപ്പൊ ആ ഒരു വീടിന്റെ വർക്ക് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കും. പക്ഷെ ഇതിന്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം. ആയിക്കോട്ടെ, ഓക്കെ അല്ലേ? ഉറപ്പായിട്ടും ആയിക്കോട്ടെ.